നമുക്ക് ഇന്നലെ ഒരു സംശയം ഉണ്ടായിരുന്നു, പിണറായി വിജയനും സതീശനും തമ്മിലൊരു സംവാദം, ഓപ്പൺ സംവാദം നടക്കുമോ എന്ന്. ഇത് നമുക്ക് ഈ അന്നത്തെ സിനേറിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ നടക്കാൻ സാധ്യതയില്ല. കാര്യം വെച്ചാൽ പിണറായി അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമല്ല. തോമസ് ഐസക്കിനെ പോലെ ഓപ്പണായിട്ട് ഇരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് സമ്മതിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല അദ്ദേഹത്തിന് നമുക്കറിയാം. പക്ഷെ എന്നാലും പലരും എക്സൈറ്റഡ് ആയിരുന്നു, ഇത് ആദ്യമായിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്ന് വളരെ കൃത്യമായിട്ട് ഇന്നലെ കണ്ടത് കൊല്ലത്തെ പ്രസ് കോൺഫറൻസിൽ, അത് അദ്ദേഹം കേസുകാരനാന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അത് വളരെ പ്രസക്തമായിട്ട് തോന്നി. ഇതിൻ്റെ ഒരു മെസ്സേജാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും. അതായത് യു കാൺ ടേക്ക് അസ് ഫോർ ഗ്രാൻഡഡ് എന്ന മീഡിയ. അതായത് പ്രത്യേകിച്ച് കടക്കുപുറത്തു എന്ന് പറഞ്ഞ സി എമ്മിനോട് നിങ്ങൾ ദേശാഭിമാനിയുടെയും കരയുടെയും മാത്രം ആൻസർ ചെയ്തിട്ട് ഇന്നിച്ച് നടക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു പോസിറ്റീവ് മെസ്സേജ് ആയിട്ടാണ്. അത് എല്ലാവർക്കും, അത് സി എമ്മിന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും. അത് സതീശനുമാകാം. നാളെ ദേശാഭിമാനി ചോദിക്കുമ്പോൾ നിങ്ങൾ ദേശാഭിമാനിക്കാരാണ്, ഞാൻ പറയത്തില്ല എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഒന്ന് ശരിയാണ്, കേരളത്തിലെ പൊളിറ്റിക്കൽ പത്രങ്ങൾ അല്ലെങ്കിൽ പൊളിറ്റിക്കലി അലൈൻഡ് പത്രങ്ങൾ, പാർട്ടി പത്രങ്ങൾ പൊതു പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് പാർട്ടി ലൈനിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അത് എത്ര കൊണ്ട് അഭികാമ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം വെച്ചാൽ അവരുടെ മാൻഡേറ്റ് എന്നാണ്, അവർക്കത് ചോദിച്ചേ പറ്റത്തുള്ളൂ. അതായത് മീഡിയ എന്നത് ഒരു പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അത് പല രീതിയിലാകും. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയല്ല മീഡിയ, ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല ഒരു മീഡിയയും പ്രവർത്തിക്കുന്നത്. അതായത് നോർമൽ ലെവലിലുള്ള, ഇപ്പം മെയിൻ ലൈൻ മീഡിയ എന്ന് നാഷണലി നമ്മളൊക്കെ പറയും, മെയിൻ ലൈൻ നാഷണൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവരൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അവർക്ക് ചില ആംഗിളുകൾ കാണും പല കാര്യത്തിൽ, അത് മാത്രമാണ്. പക്ഷെ അത് കേരളത്തിൽ അത് ബ്ലർ ആകുന്നു എന്നൊരു സംശയം വരുന്നുണ്ടോ ദാമോദർ? കേൾക്കുന്നുണ്ട് സാർ. അതായത് ഈ പാർട്ടിസാൻ ആറ്റിറ്റ്യൂഡ് മീഡിയയുടെ, അത് പാർട്ടി പത്രങ്ങൾ, അതൊരു ഇഷ്യൂ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേശാഭിമാനി കേരളയ്ക്ക് മാത്രം സി എം ആൻസർ ചെയ്തിട്ട് എണ്ണിച്ച് നടക്കുമ്പോൾ, അതായത് പാർട്ടിക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതല്ലല്ലോ പ്രസ് കോൺഫറൻസ് പറയുമ്പോൾ എല്ലാവരും ഇരിക്കുന്നതാണ്. അപ്പോൾ മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെയുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് ആൻസർ കൊടുക്കുവാനും എല്ലാ രാഷ്ട്രീയക്കാരും. അത് ഒരു എനിക്ക് തോന്നുന്നത് ഇതൊരു ഹെൽത്തി ട്രെൻഡാണോ ഇങ്ങനെ പാർട്ടിസാനായിട്ട് ഓരോ ഇഷ്യൂവിനെയും, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുക്കാം. പക്ഷേ ആസ് എ റിപ്പോർട്ടർ നിങ്ങൾ പോയിരുന്ന് പാർട്ടിസാൻ ആറ്റിറ്റ്യൂഡ് മാത്രം കൂടെ പാർട്ടിയുടെ കണ്ണിൽ കൂടെ മാത്രം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അത് എത്ര കണ്ട് മീഡിയ ആസ് എ പ്ലാറ്റ്ഫോം അതിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ കത്തിവെക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അത് പാർട്ടിസാൻ രീതിയിൽ. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു ജനാധിപത്യത്തെ കുറിച്ചുള്ള ബോധത്തിനകത്താണ് മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് രാഷ്ട്രീയ നേതാവ് കൺസീവ് ചെയ്യേണ്ടത്. നമുക്കെന്നറിയാം, പത്രസമ്മേളനം വിളിക്കാത്ത പ്രധാനമന്ത്രി നിലനിൽക്കുമ്പോൾ ധാരാളം പത്രസമ്മേളനം വിളിക്കുന്ന ഏത് രാഷ്ട്രീയവും വളരെ ശരിയായൊരു മാധ്യമപ്രവർത്തനത്തിന് പിന്തുണയ്ക്കുകയാണ്, ജനാധിപത്യത്തെ പിന്തുണയ്ക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ബഹുമാനയുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുന്ന ആളാണ്, പത്രസമ്മേളനം മറുപടി പറയുന്നതാണ്, സ്ഫുടമായിട്ട് മറുപടി പറയുന്നതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പ്രകോപനപരമായ ചോദ്യങ്ങൾ വന്നേക്കാം. അതിന് നമ്മൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ തന്നെയുള്ള ചോദ്യങ്ങളാണെന്ന് വെക്കട്ടെ. പക്ഷേ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററും ഒരു ജനാധിപത്യ വിശ്വാസിയുമായിട്ടുള്ള മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ആ പ്രകോപനങ്ങൾക്ക് വീഴാതിരിക്കുക എന്നുള്ളതായിരുന്നു. നല്ല ആ രീതിയിൽ മറുപടി കൊടുക്കുക. ഉദാഹരണം നമുക്ക് ഉമ്മൻചാണ്ടിയുടെ മാതൃക ഈ കാര്യത്തിലും വളരെ നല്ല മാതൃകയായിരുന്നു. എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ പോലെ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉമ്മൻചാണ്ടി ആ രീതിയിൽ ഒരിക്കലും പ്രകോപിതനാവാതെ ആ ചോദ്യത്തിന്റെ ചിലപ്പോൾ തന്നെ ലക്ഷ്യം വെച്ച ചോദ്യമാണെങ്കിൽ, തന്നെ ആ ദുരുദ്ദേശപരമായ ചോദ്യമാണെങ്കിൽ അതിന് അതേ രീതി മനസ്സിലാക്കി മറുപടി കൊടുക്കുന്ന രീതിയായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയും ആ അതേ മാതൃക പിന്തുണക്കാർ ഓരോരുത്തർക്കും ശൈലിയുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അവകാശമുണ്ട്. അതിൽ പ്രകോപനപരമായ ചോദ്യങ്ങളായിരിക്കാം, ചിലത് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കാം. പക്ഷെ ആ ചോദ്യങ്ങളെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിനെ ഏതൊക്കെ രീതിയിലാണ് അഭിസംബോധന ചെയ്യാൻ പറ്റുക, ജനാധിപത്യപര അഭിസംബോധന, വെറുതെ തട്ടിമാറ്റുക, പോയി പണി നോക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് മറുപടി വരാൻ പറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്
ആ ചോദ്യത്തിന് ആ രീതിയിൽ നേരിടാലോ. ഇപ്പൊ കെ നായർ പല ചോദ്യങ്ങളും നേരിട്ടുണ്ട്, അതിലല്പം ചിലപ്പോൾ പരിഹാസമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി വേറെ വിധത്തിൽ മാധ്യമപ്രവർത്തകർ അക്കൗണ്ടബിലിറ്റി ആ നിലയ്ക്ക് ജനങ്ങളോടില്ല, അവർക്ക് പ്രേക്ഷകരോടുള്ളൂ. പക്ഷെ മുഖ്യമന്ത്രിയിലൂടെ ജനങ്ങളാണ് ഇത് കാണുന്നത്. മുഖ്യമന്ത്രിയെ കാണുന്ന ഈ ലൈവായി പോകുന്ന പത്രസമ്മേളനം കാണുന്നത് ജനങ്ങളായിരുന്നു കാണുന്നത്. അവിടെ ഇരിക്കുന്ന 4-5 മാധ്യമപ്രവർത്തകരോ അവരുടെ പ്രേക്ഷകരല്ല. മുഖ്യമന്ത്രി അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ട് ജനങ്ങൾക്ക്. അപ്പൊ അവർക്ക് അസഹിഷ്ണുത തോന്നുകയാണെങ്കിൽ, അവർ അസഹിഷ്ണുത തോന്നാൻ മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ജനങ്ങൾ തോന്നുന്ന മുഖ്യമന്ത്രിക്ക് എന്തോ അങ്കാരപ്പുണ്ട്, മുഖ്യമന്ത്രി മറുപടി പറയാത്ത, മുഖ്യമന്ത്രി ഇലക്ഷനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു കാര്യങ്ങൾ സുഖമല്ല, LDF എത്ര സുഖമല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആത്മവിശ്വാസം ചോർന്നിരിക്കുന്നത് എന്തൊരു ഫീലാണ് കാണുന്ന ബഹുജനങ്ങൾക്ക് ഉണ്ടാക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ളൊരു വളരെ സീസൺഡ് ആയിട്ട് രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക്, എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു രാഷ്ട്രീയ നേതാവ് നിലയ്ക്ക് ഇത് മനസ്സിലാക്കാൻ പിണറായി വിജയന് പറ്റേണ്ടതാണ്. പക്ഷെ ഒരു പക്ഷേ അതിന്റെ പ്രായത്തിന്റെ ഘടകമൊക്കെ ഞാൻ നോക്കുക, 2 വയസ്സിലേക്ക് പെട്ടെന്ന് പ്രകോപിതനാവാനൊക്കെ സാധ്യതകളൊക്കെ നമ്മൾ ഇല്ലാന്ന് പറയേണ്ട കാര്യം, അങ്ങനെയൊക്കെ പറ്റുമായിരിക്കാം. പക്ഷെ അപ്പോഴും തന്നെ എനിക്ക് തോന്നുന്നതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളും പിന്നെ പ്രായവും എല്ലാം കൂടെ ആകുമ്പോൾ ഇറ്റ് വർക്ക്സ് ഔട്ട് ഡിഫറെന്റ്. അതാണ് അല്ല, അത് ഇതിന് ഒന്നുണ്ട്. എനിക്ക് തോന്നുന്നു അധികാരത്തിൽ ഇരിക്കുന്നവർക്ക്, ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നവർ എങ്ങനെ പെരുമാറുന്നു ചുറ്റും നിൽക്കുന്നവരോട്, പ്രത്യേകിച്ച് അധികാരമില്ലാത്തവരോട്. മീഡിയക്ക് ഒരു അധികാരവുമില്ല, അവർക്ക് ചെയ്യുന്നത് വേറെ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ പീപ്പിൾ ആൻഡ് ദ പവർ സ്ട്രക്ചർ. അപ്പോൾ അധികാരമില്ലാത്ത മീഡിയയുടെ എങ്ങനെ, അല്ല മീഡിയയൊക്കെ തിരിച്ചൊന്നും ഇങ്ങനെ ചോദ്യം ചോദിക്കാമെന്നല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു അഭിപ്രായം ആ വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ ആ പാർട്ടിയെ പറ്റിയോ സർക്കാരിനെ പറ്റി രൂപീകരിക്കാൻ മീഡിയ സഹായിക്കുന്നു എന്ന് പറയും. അത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും മീഡിയ ഒരു അവിഭാജ്യ ഘടകമാണ്. ഞാൻ വാഷിങ്ടണിലായിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നാഷണൽ മീഡിയ സെന്റർ എന്ന് പറയുന്നത് വൈറ്റ് ഹൗസിൽ നിന്ന് നടന്നു പോകാമെന്നുണ്ട്. പ്രസിഡന്റ് വേണമെങ്കിൽ നടന്നു പോകാം, അവിടെ പോയി പ്രസ് കോൺഫറൻസ് നടത്താം. അപ്പം അങ്ങനെയുള്ളതാണ്. ഇപ്പം ഡൽഹിയിൽ അതുപോലെ തന്നെയാണ്. നെഹ്റുവിൻ്റെ സമയത്ത് ഒരു പാർലമെന്റ് ഏറ്റവും അടുത്ത ബിൽഡിംഗ് എന്ന് പറയുന്നത് പ്രസ് ക്ലബ്ബാണ്, ഡൽഹിയിലെ പ്രസ് ക്ലബ്ബാണ്. അവിടെ നിന്ന് മാറ്റിക്കാൻ ഒത്തിരി പ്രഷറൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം എന്താണ് പൊതുവെ ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. കാരണം ഈ അധികാരത്തിലിരിക്കുന്നവരെ ജനങ്ങളുമായി കൂട്ടിമുട്ടിക്കുന്ന ഒരു പാലമായിട്ടാണ് മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 കൂട്ടരും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരാൾ ഇടിച്ചു പോകുമ്പോൾ ഒരാൾ കുറച്ചു പേരെ മാത്രമേ ഉത്തരം പറയുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് അവർ വളരെ കൃത്യമായി എല്ലാ 6 മാസവും ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു മേജർ പ്രസ് കോൺഫറൻസ് അക്രഡിറ്റഡ് മീഡിയയുടെ ഉണ്ടാകും. അതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻ അഡ്വൈസറായിരുന്ന ശരത് പ്രസാദ് ഞങ്ങളുടെയൊക്കെ ഡയറക്ടറായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ചില കറസ്പോണ്ടൻസിനോട് പറഞ്ഞ് അവർക്ക് അവസരം കൊടുത്ത ഒരു മൂഡ് ഉണ്ടാക്കിയിട്ടാണ് ബാക്കി ക്രിട്ടിക്സിനെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ there is a willful management of the media, but അത് പരസ്പരം വെറുക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. എനിക്ക് തോന്നുന്നത് അമേരിക്കൻ ട്രംപാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അദ്ദേഹം CNN ബാക്കിയുള്ള ചിലരോട് പറയുന്നത് യു ആർ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ കറസ്പോണ്ടന്റ് ഒരിക്കലും അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് പറയുന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രതിപക്ഷ ബഹുമാനം അല്ലെങ്കിൽ ജനാധിപത്യ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മീഡിയക്ക് കേരളത്തിൽ അത് കുറഞ്ഞു വരുന്നതാണ് എനിക്ക് ഇവിടുന്ന് നോക്കുന്നത്. ദാമോദരൻ എന്ത് തോന്നുന്നു? അല്ല, അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ മീഡിയ പ്രകോപിപ്പിക്കാൻ വേണ്ടി പല ചോദ്യങ്ങളും ചോദിക്കുന്നത് പോലെ തന്നെ മീഡിയ അധികം പ്രകോപിതരാവേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയയും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം, അവർ നിരന്തരമായി ചോദിക്കുക. ആ ചോദ്യം നടന്നില്ലെങ്കിൽ അതിന് പ്രകോപനം മറുപടി പറയേണ്ട ആവശ്യം മീഡിയക്ക് ഉണ്ടെന്നൊക്കെയല്ല. പക്ഷെ നിരന്തരമായിട്ട് പക്ഷെ ഇന്നലത്തെ ഒരു കാര്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. കാര്യം കേരളത്തിലെ വോട്ടർമാർ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണത്. അതൊരു പെട്ടെന്ന് അവിടെ ഉണ്ടായ ചോദ്യമല്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ചോദ്യമല്ല, ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ചോദ്യമാണ്. അത് SDPI ആയിട്ട് CPM-ന്റെ രാഷ്ട്രീയ ധാരണയുണ്ടോ എന്ന് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നൊരു പൊതുവിഷയമാണ്. അതിൽ ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു,
വേറെ പല പല ആൾക്കാരും പല വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. അതിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം നിർണായകമായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ് അറിയാൻ ശ്രമിക്കുന്നത്. അതിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. കാരണം പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. അത് ആ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് പത്രപ്രവർത്തകർ ചോദിക്കുന്നത്. ആ വിഷയത്തിന്റെ ഗൗരവം അതാണ്. അപ്പൊ അത് മറുപടി പറയാതെ പോകുന്നതിൽ വലിയ അർത്ഥമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വ്യക്തമാക്കി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ചില അവ്യക്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുന്ന സമയത്ത് പല അഭിപ്രായമുള്ള ആൾക്കാർക്ക് STP ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയാണ്, അത് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ ജനറൽ സെക്രട്ടറി CPM ജനറൽ സെക്രട്ടറി ഒരു കാര്യം എടുത്തു പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ശരിയായ വിമർശനം എനിക്ക് തോന്നിയ കാരണം STPയുടെ അതിൻ്റെ ജനങ്ങളുടെ ഒരു സ്വഭാവം, അതായത് അതിനൊരു മുസ്ലിം പക്ഷ നിലപാടല്ല ബേബി വിമർശിച്ചത്. അതാണ് എൻ്റെ ശരി. അതിൻ്റെ ന്യൂനപക്ഷ ഉള്ളടക്കത്തെ കുറിച്ചല്ല ബേബിയുടെ വിമർശനം. അത് വളരെ ശരി. അതിന് സെക്യുലർ കാലത്തെ വിമർശനം ആണ് ബേബി ഉന്നയിച്ചത്. അതിനെന്ന് പറയുന്നത് STPയുടെ പ്രവർത്തനം പലപ്പോഴും ജനാധിപത്യത്തിന് അനുകൂലമല്ല എന്നാണ് ബേബി പറഞ്ഞത്. അതാണ് എനിക്ക് തോന്നുന്നത് ശരി. കാര്യം STPയുടെ പ്രവർത്തനം മറ്റു പാർട്ടികളിൽ വ്യത്യസ്തമായി പലപ്പോഴും അത് ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളിലൊക്കെ ചിലപ്പോൾ ശരിയുണ്ടായിരിക്കാം. പക്ഷേ ജനാധിപത്യത്തിന് നിരക്കാത്ത വിധത്തിൽ കുറച്ച് വയലൻസും അടിപിടിയും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് പല ഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പറയാ യുവാക്കളുടെ ചുംബന സമരത്തിനെതിരെ പോലും പ്രത്യക്ഷ നിലപാടെടുത്തൊരു പാർട്ടിയാണ് STP. അങ്ങനെയുള്ള കാര്യത്തോടുള്ള ആ ജനാധിപത്യ രീതി അവലംബിക്കാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് MAB വിമർശിച്ചത്. അത്തരം ഒരു പാർട്ടിയായിട്ടുള്ള യോജിപ്പിനെ കുറിച്ച് അതിൻ്റെ അകത്ത് വളരെ ക്ലാരിറ്റി ഉണ്ട്. MAB പറഞ്ഞതിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. ആ രാഷ്ട്രീയ ക്ലാരിറ്റി പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് CPM ഒരു പ്രശ്നമാണ്. CPM പോലെ ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടിയിലെ കീ സ്പോക്സ് പേഴ്സൺ ഒരാളായിട്ട് ചുരുങ്ങുമ്പോഴുള്ള പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ മണ്ടയ്ക്ക് എല്ലാ പ്രഷറും വരുന്നു, അദ്ദേഹം മാത്രമേ ഉള്ളൂ. അത് പറയുന്നു പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പ്രസ് കോൺഫറൻസ് നടത്താറില്ല, LDF കൺവീനർ നടത്താറില്ല. പിന്നെ പറയുന്നത് ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ. അപ്പോൾ അതൊരു ഡെലിഗേഷന്റെ പ്രശ്നം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് അതില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ KPCC പ്രസിഡന്റ് സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ 3-4 പേര് അവിടെ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പാർട്ടിയിലെ എന്താണെന്ന് വളരെ കൃത്യമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. CPM ഇല്ലാതെ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ്, ഒരാളുടെ ഡൊമിനേഷൻ വരുമ്പോൾ അദ്ദേഹത്തിന് തന്നെ പ്രഷറാണ്. അദ്ദേഹത്തിന് തന്നെ പല കാര്യത്തിലും പ്രഷർ, എന്താ പറയുക, പ്രഷർ ആ പ്രഷറിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് അതാണ്. ഇത് മൊത്തം കാണിക്കുന്നത് ഭരിക്കുന്നവരും അല്ലെങ്കിൽ ജനാധിപത്യത്തിലെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടികളും മീഡിയയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അത് ആരോഗ്യകരമായി കൊണ്ടുപോകേണ്ടത് എല്ലാവരുടെയും ജനാധിപത്യത്തിന് തന്നെ ആവശ്യമാണ് എന്ന് ഞാൻ പറയും. അത് നടത്താത്ത ഇടത്താണ് ഡെമോക്രസി ഇൻഡെക്സ് എന്ന് പറയുന്ന എന്ന പരിപാടി കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അത് കുറയാതെ പോകട്ടെ, അങ്ങനെ തന്നെ ആരോഗ്യപരമായി നിൽക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.